ആദ്യം എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് നോക്കാം. ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസസ് യൂസ്ഡ് ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് നൗ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി അത് തന്നെ കുറച്ച് നേരത്തേക്ക് നീളുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഫോർ എക്സാമ്പിൾ, രമ്യ ഈസ് റൈറ്റിംഗ്. രമ്യ ഇപ്പം എഴുതുകയാണ്, കുറച്ച് നേരത്തേക്ക് അവൾ എഴുതിക്കൊണ്ടിരിക്കും. അതിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. അപ്പോൾ നോക്കുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതിൽ ഈസ്, ആം, ആർ അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് ആണ്. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഈസ് ആണ്. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ വ്യക്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആറാണ്. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ അവിടെ നമ്മൾ ആം ആണ് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം വെർബ് യൂസ് ചെയ്യുക, അതിനുശേഷം ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ. സോ ഓക്സിലറി വെർബ് ആം. ഐ ആം സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും, ഐ ആം സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവർ എഴുതുകയാണ്. എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ വരിക? ദേ ആർ റൈറ്റിംഗ്. ദേ ആർ റൈറ്റിംഗ്. ദേ എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകളുള്ളതുകൊണ്ട് ആർ എന്ന ഓക്സിലറി വെർബാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, അവൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പം നമ്മൾ പറയില്ലേ അവൾ എവിടെ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അവൾ ഭക്ഷണം കഴിക്കുകയാണ്. അത് അപ്പോൾ എങ്ങനെയാണ് പറയുക? ഷീ ഈസ് ഈറ്റിംഗ് ഫുഡ്. ഷീ ഈസ് ഈറ്റിംഗ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ അല്ല, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. അതായത് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ING. ഒരു നോട്ട് മാത്രം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറും. എക്സാമ്പിൾ നോക്കാം. ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല. നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്നാണ്. അപ്പം അതിൻ്റെ തന്നെ നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് വരിക? ഐ ആം നോട്ട് സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം. ഐ ആം നോട്ട് സ്റ്റഡിയിങ് ഫോർ മൈ എക്സാം. അവർ എഴുതുന്നില്ല, അവരിപ്പോൾ എഴുതുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് വരിക? ദേ ആർ നോട്ട് റൈറ്റിംഗ്. ദേ ആർ നോട്ട് റൈറ്റിംഗ്. ഓക്കെ, അവൾ ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ കഴിക്കുകയല്ല. എങ്ങനെയാണ് വരിക? ഷീ ഈസ് നോട്ട് ഈറ്റിംഗ് ഫുഡ്. ഷീ ഈസ് നോട്ട് ഈറ്റിംഗ് ഫുഡ്. ഷീ ഈസ് ഡൂയിങ് സംതിങ് എൽസ്. വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഫുഡ് കഴിക്കുകയല്ല. ഓക്കെ, സോ ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിലേക്ക് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ആൻസർ ഐദർ എസ് ഓർ നോ. ഒന്നെങ്കിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഓക്സിലറി വെർബ് ഉണ്ടല്ലോ, ആം, ഈസ്, ആർ, അത് നേരെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരിക. അത്രമാത്രമേ അതിൻ്റെ അത് ഫോർമാറ്റിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ആം, ഈസ്, ആർ എന്നുള്ളത് ഫസ്റ്റ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ING പ്ലസ് ഒബ്ജക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നീ പരീക്ഷയ്ക്ക് പഠിക്കുകയാണോ? അതൊരു ചോദ്യമായി, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആർ യു സ്റ്റഡിയിങ് ഫോർ എക്സാം? ആർ യു സ്റ്റഡിയിങ് ഫോർ എക്സാം? ഓക്കെ, ഇനി അവർ എഴുതുകയാണോ? എങ്ങനെയായിരിക്കും വരിക? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സ്വന്തം. എങ്ങനെയായിരിക്കും വരിക? ആർ ദേ റൈറ്റിംഗ്? ആർ ദേ റൈറ്റിംഗ്? ഓക്കെ, ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാമർ ഐറ്റം ഇന്നതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇംഗ്ലീഷിൻ്റെ ഏത് എക്സാം പാറ്റേണിൽ ഏത് ക്ലാസ്സിലുള്ള എക്സാം ആണെങ്കിലും കോൺവെർസേഷൻ മിക്കവാറും ചോദിച്ച് കാണുന്ന ഒരു ഡിസ്കോസാണ്. അപ്പോൾ കോൺവെർസേഷനിലൊക്കെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യേണ്ടതിന് ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ഓക്കെ, അവൾ ഭക്ഷണം കഴിക്കുകയാണോ? എങ്ങനെയായിരിക്കും വരിക? ഈസ് ഷീ ഈറ്റിംഗ് ഫുഡ്? ഈസ് ഷീ ഈറ്റിംഗ് ഫുഡ്? ഓക്കെ, ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻ മേക്കിംഗ്. WH ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആയ വാട്ട്, വിച്ച്, വേർ, വെൻ, വൈ, ഹൗ, ഹൗ മെനി, ഹൗ ഓഫൺ, ഹൗ മച്ച്
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനെയാണ് WH ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ WH ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്സ് എന്ന് പറയുന്നത് ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ഫസ്റ്റ്. പിന്നെ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ്, ആം, ആറ് ഇതിലേതാണോ സ്യൂട്ടബിളായ ഓക്സിലറി വെർബ് അതായിരിക്കും. പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതായിരിക്കും WH ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ് മീൻസ് എന്താണ്? നീ എന്താണ് ചെയ്യുന്നത്? ഇപ്പം ആൻസറായിട്ട് എന്ത് വേണം? ഐ ആം സ്റ്റഡിയിങ്, ഐ ആം വർക്കിംഗ്, എന്ത് വേണമെങ്കിലും ആൻസറായിട്ട് വരാം. ഓക്കെ, ദെൻ ഹൂ ഹീസ് ഹീ ടോക്കിംഗ് ടു? അവൻ ആരോടാണ് സംസാരിക്കുന്നത്? അപ്പോൾ ആൻസറായിട്ട് എന്ത് വരാം? ഹീസ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട്. അവൻ അവൻ്റെ കൂട്ടുകാരനോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ദെൻ വേർ ആർ ദേ ഗോയിങ്? അവരെവിടേക്കാണ് പോകുന്നത്? ആൻസർ എന്ത് വരാം? ദേ ആർ ഗോയിങ് ടു മാർക്കറ്റ്. അവർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ yes or no ക്വസ്റ്റ്യൻസൊക്കെ മേക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും ഈ വീഡിയോ കണ്ട് അതനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.